السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളായ സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ, അതിൻ്റെ 143 വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് 144, 45 വചനങ്ങളാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഈ 4 ആയത്തുകളും ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട് അവതരിക്കപ്പെട്ട വചനങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചിരുന്നൊരു കാര്യമാണ് ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് കഅബയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കണം. അതിൻ്റെ കാരണം എന്തായിരുന്നു പ്രവാചകൻ അങ്ങനെ ആഗ്രഹിക്കാനുള്ള? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്തായിരുന്നു അതിൻ്റെ കാരണം? മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ആ 2 കാരണങ്ങളെ വളരെ വ്യക്തമായി എടുത്തുദ്ധരിക്കുന്നുണ്ട്. വഖ്തലഫു ഫി സബബി ഇഖ്തിയാരി നബിയ്യി അൽ കഅബ അല ബൈത്തുൽ മഖ്ദിസ്. ബൈത്തുൽ മഖ്ദിസിൻ്റെ പകരമായി കഅബയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിബ്ലയായി തിരഞ്ഞെടുക്കാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങളിൽ ഒന്ന് അന്നഹ കാനത്ത് ഖിബ്ലത ഇബ്രാഹിം, അതായിരുന്നു ഇബ്രാഹിം നബിയുടെ ഖിബ്ല. 2-ാമത്തെ കാരണം ലിമുഖാലഫത്തിൽ യഹൂദ്, യഹൂദികൾക്ക് എതിരാവുക എന്നതാണ്. അപ്പോൾ ഈ 2 കാരണങ്ങളാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു, എന്ത് ചെയ്യണം? ബൈത്തുൽ മഖ്ദിസിൽ നിന്ന് കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണമെന്ന്. എന്നാൽ അങ്ങനെ തിരിഞ്ഞാൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില ആരോപണങ്ങളുണ്ട്, ചില ആക്ഷേപങ്ങളുണ്ട്. അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ 142-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: സയഖൂലു സുഫഹാഉ മിനന്നാസ്. ജനങ്ങളിൽ നിന്ന് ചില വിഡ്ഢികൾ, മൂഢന്മാർ പറയും. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഖിബ്ല മാറ്റിയാൽ ചില മൂഢന്മാർ പറയും. ആ മൂഢന്മാരാരായിരുന്നു? പണ്ഡിതന്മാർ പ്രധാനമായും 3 ആളുകളെയാണ് വേർതിരിച്ചു പറഞ്ഞത്. ഒന്ന് അന്നഹും യഹൂദ്, അവർ യഹൂദികളാണ്. 2 മുനാഫിക്കുകളാണ്. 3 മക്കയിലെ മുശ്രിക്കുകളാണ്. പ്രധാനമായും ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട് അന്ന് ഉയർന്നു വന്ന ആരോപണങ്ങൾ ഈ 3 ആളുകളിലൂടെയാണ് ഇസ്ലാമിനെതിരെ എന്ത് ചെയ്തത്? ആരോപണങ്ങൾ തൊടുത്തുവിട്ടത്. അപ്പോൾ ഈ 3 ആളുകളെ ഒരുമിച്ച് പറഞ്ഞാലും അതെന്താണ്? ശരിയാണ്. ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരാണ്? യഹൂദികളാണ്. അപ്പോൾ ആ യഹൂദികൾ പറയുമായിരുന്നു, എന്താ പറഞ്ഞത്? മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം, ഇവർ തിരിഞ്ഞിരുന്ന ഖിബ്ലയിൽ നിന്ന് ഇവരെ മാറ്റിക്കളഞ്ഞത് എന്താണ്? അതിനു മുമ്പ് അവരുടെ ആരോപണം എന്തായിരുന്നു? ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞത് കൊണ്ട് ഞങ്ങളുടെ ഖിബ്ല സ്വീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? മുഹമ്മദ് എന്ത് ചെയ്യണം? ഞങ്ങളുടെ മതം സ്വീകരിക്കണം. ഇതായിരുന്നു ആദ്യം പറഞ്ഞത്. എന്നാൽ ഖിബ്ല അങ്ങോട്ട് മാറിയപ്പോഴോ നേരെ തിരിഞ്ഞു. മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനു അലൈഹ. ഇവർ ഏതൊരു ഖിബ്ലയിലായിരുന്നു? ആ ഖിബ്ലയിൽ നിന്ന് ഇവരെ മാറ്റിയതിൻ്റെ കാരണം എന്താണ്? പിന്നെ അടുത്ത ചർച്ചയായി. അപ്പോൾ ഇതിനുള്ള മറുപടിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഞാനതിൻ്റെ ആ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയാണ് അടുത്ത ആയത്ത്. അതിനാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യം ഒന്ന് ആമുഖമായി ഉണർത്തിയത്. ഇനി നോക്കൂ 144-ാമത്തെ വചനം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ
فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون قد نرى قد എന്താ قد തീർച്ചയായും നറാ നാം കാണുന്നുണ്ട്, തീർച്ചയായും നാം കാണുന്നുണ്ട്. തഖല്ലുബ ഖല്ലബ യുഖല്ലിബു തഖല്ലബ യതഖല്ലബു. ഖൽബ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? മാറി മറിയുക എന്നാണ്. ഖൽബ് എന്ന വാക്കിൻ്റെ ഭാഷാർത്ഥം എന്താണ്? മാറി മറിയുക എന്നാണ്. അതിൽ നിന്നാണ് ഈ പദങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത്. ഖല്ലബ യുഖല്ലിബു, തഖല്ലബ യതഖല്ലബു. അപ്പോൾ ഇവിടെ തഖല്ലബ എന്ന പദമാണ്. നബിയെ നാം കാണുന്നുണ്ട്. തഖല്ലുബ വജ്ഹിക്, താങ്കളുടെ മുഖം തിരിഞ്ഞു കളിക്കുന്നത് നാം എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട് നബിയെ. ഫിസ്സമാ യഅനി ഇലസ്സമാ, ആകാശത്തിലേക്ക് താങ്കളുടെ മുഖം തിരിക്കുന്നത് നാം എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് ആകാശത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തഫ്സീറിൽ കാണാം, വലത്തോട്ടും ഇടത്തോട്ടൊക്കെ നബി നോക്കുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിവ് കിട്ടുന്നത് എവിടെ നിന്നാണ്? ആകാശത്ത് നിന്നാണ്. അപ്പോൾ നബി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് നോക്കും, ജിബ്രീൽ വരുന്നുണ്ടോ? വലത്തോട്ട് നോക്കും, ഇടത്തോട്ട് നോക്കും. ഈ കാഴ്ച, ഈ നബിയുടെ ഈ ഒരു പ്രവൃത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുകയാണ്. നബിയെ നാം അതെന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. അപ്പം ഈ ആയത്തിൽ നിന്ന് എന്ത് കിട്ടി? അള്ളാഹുവിന് കാഴ്ചയെന്ന സിഫത്ത്, അള്ളാഹുവിന് കാഴ്ച എന്ന വിശേഷണം ഉണ്ട്. അള്ളാഹു കാണുന്നവനാണ്. ഓരോ ചലനങ്ങളും അള്ളാഹു നമ്മളെ എന്ത് ചെയ്യണം? സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ആകാശത്തിൽ അല്ലെങ്കിൽ ആകാശത്തിലേക്ക് നബിയെ താങ്കളുടെ മുഖം തിരിച്ചു കളിക്കുന്നത് നാം എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ഫലനുവല്ലിയന്നക, ആകയാൽ ലനുവല്ലിയന്നക, അതൊരു കാര്യത്തെ തീർച്ചപ്പെടുത്തി പറയാനാണ് ആ ലാമ് വന്നിട്ടുള്ളത്. ആ ലാമിനെ അറബിയിൽ പറയുന്നത് ലാമു തൗക്കീദ് എന്നാണ്. തൗക്കീദിൻ്റെ ലാം എന്നാണ്. അങ്ങനെ ലാമു വന്നാൽ പിന്നെ അതിൻ്റെ അവസാനം ഒരു നൂനും കൂടി എക്സ്ട്രാ വരും. അതാണ് ലനുവല്ലിയന്നക്. അവിടെ ഒരു നൂന് വന്നു. എന്താ അതിൻ്റെ അർത്ഥം? തീർച്ചയായും താങ്കളെ നാം തിരിച്ചു നിർത്തുക തന്നെ ചെയ്യും. ആ പദം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. വല്ല യുവല്ലി എന്ന പദത്തിൽ നിന്നാണത് വന്നിട്ടുള്ളത്. വല്ല യുവല്ലി. കഴിഞ്ഞ ക്ലാസ്സിൽ 142 ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മാ വല്ലാഹും വല്ല യുവല്ലി തൗലിയത്ത്, അതിൽ നിന്നാണ് ഇവിടെയും ആ പദം വന്നത്. ഇനി ആ ആയത്തിൽ കുറേ തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യും? ആ പദം പഠിക്കാനുണ്ട്. ഫലനുവല്ലിയന്നക്, ആകയാൽ താങ്കളെ നാം തിരിച്ചു നിർത്തുക തന്നെ ചെയ്യും. ഖിബ്ലതൻ, ഖിബ്ലതൻ, ഖിബ്ലത്തിൻ്റെ അർത്ഥം എന്താ? ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിലേക്ക്, ഖിബ്ലയിലേക്ക് നാം തിരിച്ചു നിർത്തും. തർദാഹ, ആ ഖിബ്ല എങ്ങനെയുള്ളതാണ്? താങ്കൾ തൃപ്തിപ്പെടുന്നതായ ഖിബ്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തിപ്പെട്ട ഖിബ്ല ഏതാ? കഅബയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ നിസ്കാരത്തിന് ശേഷവും സലാം വീട്ടിന് ശേഷം മഹാന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ ആ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. ഇദാ സല്ലമ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സല്ലമ മിൻ സ്വലാത്തിഹി ഫറഫഅ റഅസഹു ഇലസ്സമാ. പ്രവാചകൻ ഓരോ തവണയും സലാം വീട്ടിന് ശേഷം ആകാശത്തിൽ ഇങ്ങനെയൊക്കെ നോക്കുമെന്നാണ്. പടച്ചോനെ എപ്പോഴാണ് ഇനിയൊന്ന് കഅബയിലേക്ക് തിരിയുക? നബിക്ക് മക്കയിലുണ്ടായിരുന്നപ്പോൾ 2 കിബിലയും കിട്ടിയിരുന്നു എന്നാണ്. എങ്ങനെ 2 കിബില കിട്ടി നമ്മൾ പറഞ്ഞു അല്ലേ? ബൈത്തുൽ മഖ്ദിസിൻ്റെ ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിട്ട് കഅബയുടെ പിന്നിൽ നിൽക്കും. അപ്പോൾ കഅബയും കിട്ടും, ബൈത്തുൽ മഖ്ദിസും കിട്ടും. ഇബ്രാഹിം നബിയുടെ കിബിലയും കിട്ടി. അതിന് മുമ്പ് വന്ന പ്രവാചകന്മാരും ശേഷം വന്ന പ്രവാചകന്മാരുടെയും കിബില എന്ത് ചെയ്യുമായിരുന്നു?
നബിക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതിന് സാധിച്ചില്ല. അപ്പോഴാണ് ഈ പ്രയാസവും പ്രശ്നമൊക്കെ ഉണ്ടായത്. പ്രവാചകൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ നിസ്കാരം കഴിയുമ്പോൾ ആകാശത്തിലേക്ക് നോക്കുന്നത് അള്ള പറയുകയാണ്, ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം അതിലേക്ക് എന്ത് ചെയ്യും നബിയെ? താങ്കളെ തിരിച്ചു നിർത്തുന്നതാണ്. ദാ അടുത്ത വാചകം നോക്കൂ. ഫവല്ലി, ഓർഡർ വരികയാണ്, കൽപ്പന വരികയാണ്. ഫവല്ലി, ആകയാൽ താങ്കൾ തിരിച്ചു നിർത്തണം. വല്ലി എന്ന് പറഞ്ഞാൽ വല്ല എന്ന പദത്തിൻ്റെ അമ്രാണ്. വല്ല എന്ന പദത്തിൻ്റെ അമ്രാണെന്ത്? വല്ലി. താങ്കൾ എന്ത് ചെയ്യണം? തിരിച്ചു നിർത്തണം. വജ്ഹക്, താങ്കളുടെ മുഖത്തെ. ഷത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൻ്റെ ഡയറക്ഷനിലേക്ക് എന്ത് ചെയ്യണം? നബിയെ തിരിച്ചു നിർത്തണം. അപ്പോൾ ഇത് നബിക്കുള്ള കൽപ്പനയാണ്. നബിയോട് പറയാണ്, നബിയെ താങ്കൾ എന്ത് ചെയ്യണം? തിരിച്ചു നിർത്തണം. അതിനുശേഷം വീണ്ടും പറഞ്ഞു, വഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും ഫവല്ലൂ, അവിടെ മുഴുവൻ വിശ്വാസികളോടുള്ള കൽപ്പന അടുത്തത്. ആകയാൽ നിങ്ങളും എന്ത് ചെയ്യണം? ആ വല്ലി എന്നതിൻ്റെ ബഹുവചനാണ് വല്ലൂ, നിങ്ങൾ തിരിച്ചു നിർത്തണം. തൊട്ട് മുമ്പത്തെ വാചകത്തിൽ ആരോടാ പറഞ്ഞത്? നബിയോടാണ്. അതിന് തൊട്ടടുത്ത വാചകത്തിൽ പറയുന്നു, നിങ്ങൾ എല്ലാവരും വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ തിരിച്ചു നിർത്തണം. ഷത്ര, ആ മസ്ജിദുൽ ഹറാമിൻ്റെ ഡയറക്ഷനിലേക്ക്. ഷത്ര എന്ന് പറഞ്ഞാൽ ഖിബ്ലതൻ എന്നർത്ഥമാണ്. ആ ഭാഗത്തേക്ക് തിരിച്ചു നിർത്തണം. അപ്പോൾ ആദ്യം ഒരു വ്യക്തിയോടായിരുന്നു, പ്രവാചകനോടാണ്. അതുകൊണ്ടാണ് അവിടെ വല്ലി വജ്ഹക്, അവിടെ വജ്ഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മുഖം എന്നാണ്. പക്ഷെ ഫവല്ലൂ വുജൂഹക്കും, അവിടെ ജംആയപ്പോൾ എന്ത് ചെയ്തു? മുഖങ്ങൾ എന്നർത്ഥം പറഞ്ഞു. അപ്പോൾ ആദ്യത്തേത് നബിയോടുള്ള കൽപ്പനയും തൊട്ടടുത്തുള്ള ആരോടുമാണ്? മുഴുവൻ വിശ്വാസികളോടുമുള്ള കൽപ്പനയാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ മഹാനായ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ധരണി മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി എടുത്തുദ്ധരിക്കുന്നുണ്ട്. മാ ബൈനൽ മശ്രിഖി വൽ മഗ്രിബി ഖിബ്ലത്തുൻ ലി അഹ്ലിൽ മസ്ജിദ്. മസ്ജിദിനെ അല്ലാഹു സുബ്ഹാനഹു വതആല കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലാക്കി. വൽ മസ്ജിദു ഖിബ്ലത്തുൻ ലി അഹ്ലിൽ ഹറം, ഹറമിൻ്റെ ആളുകൾക്ക്, ആ മസ്ജിദിൻ്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന ആളുകൾക്ക് ആ മസ്ജിദിനെ തന്നെ അല്ലാഹു എന്താക്കി? ഖിബ്ലയാക്കി. വൽ ഹറമു, ഹറമിനെ എന്താക്കി? ഖിബ്ലത്തുൻ ലി അഹ്ലിൽ അർളി ഫി മശാരിക്കിഹ വ മഗാരിബിഹ മിൻ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൽ നിന്ന് മഗ്രിബിലും മശ്രിക്കിലുമുള്ള ആളുകൾക്കെല്ലാം, അങ്ങനെ ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾക്കും ഹറമിനെ അല്ലാഹു എന്ത് ചെയ്തു? ഖിബ്ലയാക്കി. അപ്പോൾ മസ്ജിദുൽ ഹറാമിൽ നിസ്കരിക്കുന്ന ഒരാളുടെ ഖിബ്ല ആ മസ്ജിദുൽ ഹറാമിനെയാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പറയുന്നത്? മസ്ജിദുൽ ഹറാമിൻ്റെ ഡയറക്ഷനിലേക്ക് തിരിയാനാണ് പറഞ്ഞത്. മസ്ജിദുൽ ഹറാമിൻ്റെ ഡയറക്ഷനിലേക്ക് തിരിയണം. അപ്പോൾ ഒരാൾ മസ്ജിദുൽ ഹറാമിൽ നമസ്കരിച്ചാലോ അവൻ്റെ ഖിബ്ല ഏതാണ്? മസ്ജിദുൽ ഹറാമാണ്. എന്നാൽ മസ്ജിദുൽ ഹറമിൻ്റെ പുറത്തുള്ള ആളുകൾ, അത് മഗ്രിബിൻ്റെ ഭാഗത്തുള്ളവരാകട്ടെ മശ്രിക്കിൻ്റെ ഭാഗത്തുള്ളവരാകട്ടെ, അവർക്കെല്ലാവർക്കും എന്ത് ചെയ്തു? അല്ലാഹു സുബ്ഹാനഹു വതആല ഹറമിനെ ഡയറക്ഷനാക്കി. ഇതിൻ്റെ എല്ലാം ഡയറക്ഷൻ മസ്ജിദുൽ ഹറാമിൽ വരാനുള്ള കാരണം എന്താണ്? അതിൻ്റെ നടുവിലാണ് കഅബ ഉള്ളത്. ഇനി കഅബയുടെ ഉള്ളിൽ ഒരാൾ നിസ്കരിച്ചാലോ? കഅബയുടെ ഉള്ളിൽ ഒരാൾ നിസ്കരിക്കുകയാണ്, അപ്പം എങ്ങോട്ട് തിരിയും? എവിടേക്കും തിരിയാം. കഅബയുടെ ഉള്ളിൽ ഒരാൾക്ക് കയറാൻ അവസരം കിട്ടിയാൽ കഅബയുടെ എവിടേക്കും തിരിഞ്ഞ് എന്ത് ചെയ്യാം? നിസ്കരിക്കാം. കാരണം അവൻ്റെ 4 ഭാഗവും എന്താണ്? കഅബയാണ്. അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമസ്കരിക്കാം. പക്ഷെ കഅബയുടെ പുറത്തെത്തിയാൽ കഅബയുടെ ഡയറക്ഷനിലേക്ക് തിരിയണം. അത് കിഴക്കുള്ളവൻ, പടിഞ്ഞാറുള്ളവൻ, തെക്കുള്ളവൻ, വടക്കുള്ളവൻ, ഏത് ദിശയിലാണോ അവൻ്റെ മുന്നിൽ കഅബ ഉള്ളത് അങ്ങോട്ട് എന്ത് ചെയ്യണം? അവൻ തിരിയണം. നോക്കൂ, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വഇന്നല്ലദീന ഊതുൽ കിതാബ്, തീർച്ചയായും ഊതുൽ കിതാബ്, അല്ലദീന ഊതുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ അവരാരാണ്? യഹൂദികളും നസാറാക്കളും. ലയഅലമൂൻ, തീർച്ചയായും അവർ അറിയുന്നുണ്ട്. അന്നഹുൽ ഹഖ്, ഈ കിബില മാറ്റം അതെന്താണ്? അത് സത്യമാണ്. മിർ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള സത്യമാണെന്ന് അവർ അറിയുന്നുണ്ട്. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ
ഈ സംഭവത്തെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. എന്താണ് അവർ ഹക്കായി അറിഞ്ഞത്? 4 അഭിപ്രായങ്ങൾ പറഞ്ഞു. 4 അഭിപ്രായങ്ങൾ. അതിൽ ഒന്ന്, അഹദുഹ അന്ന ഫീ കിതാബിഹിം അൽ അംറു ബിത്തവജ്ജുഹി ഇലൈഹ. അവരുടെ കയ്യിരിക്കുന്ന വേദഗ്രന്ഥത്തിൽ എന്തുണ്ട്? ഖിബിലയിലേക്ക് തിരിയണമെന്ന് വ്യക്തമായ അമ്രുണ്ട്, കൽപ്പനയുണ്ട്. പക്ഷെ അവരതെന്ത് ചെയ്തു? അവർ മറച്ചുവെച്ചു. രണ്ടാമത്തെ അഭിപ്രായം, യഅലമൂന, അവർ അറിയുന്നു, അന്നൽ മസ്ജിദൽ ഹറാം, മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ ഖിബ്ലത്തു ഇബ്രാഹിം, അത് ഇബ്രാഹിം നബിയുടെ ഖിബ്ലയാണെന്ന് അവരെന്ത് ചെയ്യുന്നുണ്ട്? അറിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ അഭിപ്രായം, അന്ന ഫീ കിതാബിഹിം അന്ന മുഹമ്മദൻ റസൂലുൻ സാദിഖുൻ, അവരുടെ കിതാബിലുണ്ട് മുഹമ്മദ് നബി ആരാണ്? സാദിഖായ, സത്യസന്ധനായ ഒരു പ്രവാചകനാണ്. നാലാമത്തെ അഭിപ്രായം, അതിനുശേഷം ഒരു വാചകം കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു, ഫലാ യഅ്മുറു ഇല്ലാ ബിഹഖിൻ, ആ പ്രവാചകൻ സത്യമല്ലാത്തൊന്നും എന്ത് ചെയ്യൂല? കൽപ്പിക്കൂല എന്നവരുടെ കിതാബിൽ കൃത്യമായുണ്ട്. നാലാമത്തെ അഭിപ്രായം, അന്നഹും യഅലമൂന, അവരറിയുന്നു, ജവാസൻ നസ്ഖ്, ഇസ്ലാമിൽ അല്ലെങ്കിൽ മതത്തിൽ എന്തുണ്ട്? നസ്ഖുണ്ട്. ആദ്യം എന്ത് ചെയ്യും? ഒരു കൽപ്പന കൊണ്ടുവരും, പിന്നെ ആ കൽപ്പന എന്ത് ചെയ്യും? മാറ്റുമെന്ന നസ്ഖ് എന്ന് പറയുന്ന സംഗതി, ദുർബലപ്പെടുത്തുക എന്ന് പറയുന്ന മതനിയമം ദുർബലപ്പെടുത്തുക എന്നത് അവർക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ 4 കാര്യങ്ങളെ ചേർത്ത് വെച്ചാലും 4 എന്താണ്? ശരിയാണ്. അതിലേറ്റവും പ്രബലമായ അഭിപ്രായമാണ് അവരുടെ വേദഗ്രന്ഥത്തിൽ എന്തുണ്ട്? ഈ ഖിബ്ല, കഅബയാണ് യഥാർത്ഥ ഖിബ്ല എന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. അതാണ് പണ്ഡിതന്മാർക്ക് ആദ്യം ഉദ്ധരിക്കുക. അതിനുശേഷമാണ് പിന്നീട് ഈ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഈ 4 അഭിപ്രായങ്ങളും എന്താണ്? ശരിയാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ വേദം നൽകപ്പെട്ട യഹൂദികൾക്കറിയാം, ലയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖിബ്ല മാറ്റം വരുത്തിയത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള സത്യമാണ്, അമ്രാണ് എന്നവർക്ക് വ്യക്തമായി അറിയാം. വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ, വമല്ലാഹ്, അള്ളാഹു ആയിട്ടില്ല, ബിഗാഫിലിൻ, അശ്രദ്ധനായിട്ടില്ല, അമ്മാ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ പറ്റി. നമ്മളിപ്പോൾ ഈ സൂറത്തിൽ തന്നെ എത്ര തവണ ഈ വാചകം നമ്മൾ ഓതിയിട്ടുണ്ട്? വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. അതൊക്കെ നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും, അതൊക്കെ ജൂതന്മാരുമായി ബന്ധപ്പെട്ട. അള്ളാഹു അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി അശ്രദ്ധനല്ല എന്ന് പറഞ്ഞ ആയത്ത് അള്ളാഹ് അവസാനിക്കുന്നതൊക്കെ യഹൂദികൾ, അഹ്ലി കിതാബ്, ജൂതന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്. അപ്പം അവരുടെ ഒരു ചെയ്തിയെപ്പറ്റിയും അള്ളാഹ് ആരല്ല? അശ്രദ്ധനല്ല. നമ്മൾ മുമ്പ് വളരെ വിശദമായി അത് വിശദീകരിച്ചുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. നോക്കൂ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖിബ്ല മാറ്റത്തിൻ്റെ ആയത്ത് അവതരിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2 സംഭവങ്ങൾ ഹദീസുകളിലുണ്ട്. അത് നമുക്കൊന്ന് ചർച്ച ചെയ്യണം. അതായത് ഏത് സമയത്താണ് ഖിബ്ല മാറിയത്? അസറിൻ്റെ സമയത്താണ് നമ്മൾ കേട്ടിട്ടുണ്ട്, സുബ്ഹിൻ്റെ സമയത്താണെന്ന് കേട്ടിട്ടുണ്ട്. പണ്ഡിതന്മാരോട് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറയുന്ന അസറിൻ്റെ സമയത്താണ്, ചിലർ പറയുന്നു സുബ്ഹിൻ്റെ സമയത്താണ്, ചിലർ പറയുന്നു മസ്ജിദുൽ ഖുബൈലാണ്, മറ്റു ചിലർ പറയുന്നത് മസ്ജിദുൽ ഖുബൈലല്ല, വേറൊരു ഗോത്രത്തിൻ്റെ അടുക്കലുള്ള പള്ളിയിലാണ്. അതാണ് ഇന്ന് മസ്ജിദുൽ ഖിബ്ലത്തൈൻ. മദീനയിൽ ചെന്നാൽ കാണാൻ കഴിയും, ഒരു പള്ളിയുടെ പേരെന്താണ്? മസ്ജിദുൽ ഖിബ്ലത്തൈൻ എന്നാണ്. അവിടെ വെച്ചിട്ട് ഖിബ്ല മാറ്റവുമായി ബന്ധപ്പെട്ട് ആളുകൾ എന്ത് ചെയ്തു? 2 ദിശയിലേക്കും എന്ത് ചെയ്തു? തിരിഞ്ഞു നിസ്കരിച്ചു. അതുകൊണ്ട് ആ പള്ളിക്ക് പിന്നീട് എന്ത് പേര് വന്നു? മസ്ജിദുൽ ഖിബ്ലത്തൈൻ, 2 ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ച പള്ളി എന്ന പേര് വന്നു. അപ്പോൾ ഇത് രണ്ടും പരസ്പര വിരുദ്ധമല്ലേ, അല്ലെങ്കിൽ പരസ്പരം യോജിക്കുന്നില്ലല്ലോ എന്ന് പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, രണ്ടും 2 സംഭവമാണ്. ഒന്ന്, അൻ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു, ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം ബുഖാരിയുടെ ഹദീസാണ് ഒന്ന്. ആ ഹദീസ് ഇങ്ങനെയാണ്, നോക്കൂ. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന അവ്വല മാ ഖദിമൽ മദീന നസല അലാ അജ്ദാദിഹി ഔ ഖാല അഖ്വാലിഹി മിനൽ അൻസാർ വഅന്നഹു സ്വല്ല ഖിബ്ല ബൈത്തുൽ മഖ്ദിസ് 16 ശഹ്റൻ ഔ 17 ശഹ്റൻ. 16 or 17 മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? മദീനയിൽ എത്തിയതിനു ശേഷം മസ്ജിദുൽ അഖ്സയിലേക്ക്, ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ നമസ്കരിച്ചത്.
വകാന യുഅ്ജിബുഹു അൻ തകൂന ഖിബ്ലതുഹു ഖിബലൽ ബൈത്ത്. പിന്നീട് അതെന്ത് ചെയ്തു? അള്ളാഹു കഅബയിലേക്ക് മാറ്റി. വഅന്നഹു സ്വല്ല അവ്വല സ്വലാത്തിൻ സ്വല്ലഹ സ്വലാത്തുൽ അസ്ർ. ആദ്യമായി നമസ്കരിച്ചത് എന്താണ്? സ്വലാത്തുൽ അസ്റാണ്. ഇത് ഞാൻ വായിക്കുന്നത് ഇമാം ബുഖാരിയുടെ ബറാ ഇബ്നു ആസിബ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. വസ്വല്ല മഅഹു ഖൗമുൻ. നബിയോടൊപ്പം ഒരു സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട്? നിസ്കരിച്ചിട്ടുണ്ട്. ഫഖറജ റജുലുൻ മിമ്മൻ സ്വല്ല മഅഹു. നബിയോടൊപ്പം നിസ്കരിച്ച ആളുകളിൽ ഒരാൾ പുറത്തേക്ക് പോന്നു പള്ളിയിൽ നിന്ന്. ഇപ്പോൾ പ്രവാചകനോടൊപ്പം അവരെവിടെ നിസ്കരിച്ചത്? മദീനത്തെ പള്ളിയിലാണ്. ഫമറ അലാ അഹ്ലി മസ്ജിദിൻ വഹും റാക്കിഊൻ. അപ്പോൾ ഈ മനുഷ്യൻ ഒരു പള്ളിയുടെ അടുത്തുകൂടി നടന്നു വന്നപ്പോൾ അവരെല്ലാവരും എങ്ങോട്ട് റുക്കൂ ചെയ്തിരിക്കുകയാണ്? ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കേണ്ടത് അവർ റുക്കൂവിലാണ്. ഫഖാല, ആ മനുഷ്യൻ പറഞ്ഞു, അഷ്ഹദു ബില്ലാഹ്, ഞാൻ അള്ളാഹനെ കൊണ്ട് സാക്ഷ്യം വഹിക്കുന്നു, ലഖദ് സ്വല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഖിബല മക്ക, ഞാനിപ്പോൾ നബിയോടൊപ്പം മക്കയിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് നിസ്കരിച്ചിട്ട് വരികയാണ്. അപ്പോൾ ഫദാറു കമാ ഹും ഖിബലൽ ബൈത്ത്, അവരുടനെ എന്ത് ചെയ്തു? ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞു നിന്നതുപോലെ അവർ നേരെ കഅബയിലേക്ക് തിരിഞ്ഞു നിന്നു ഒരൊറ്റ നിസ്കാരത്തിൽ. അപ്പം നിസ്കാരത്തിൻ്റെ ഇടയിൽ വിളിച്ചു പറഞ്ഞു. നിസ്കാരത്തിൻ്റെ ഇടയിൽ അവരത് എന്ത് ചെയ്തു? കേട്ടു. അപ്പം നിസ്കാരത്തിൻ്റെ ഇടയിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് ഒരു കൽപ്പന വഹി ഇറങ്ങിയെന്ന് കേട്ടപ്പോൾ നിസ്കാരം നമ്മൾ കഴിയട്ടെ എന്നിട്ട് ആലോചിച്ചിട്ട് നമുക്ക് തീരുമാനിക്കാം. അല്ല, അത് വഹീൻ്റെ കാലഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് വരെ എന്താണ്? വഹീൻ്റെ കാലഘട്ടമാണ്. ആ വഹീൻ്റെ കാലഘട്ടത്തിൽ ഒരു വഹി ഇടക്കിടക്ക് അവതരിച്ചു കൊണ്ടിരിക്കും. ചിലപ്പോൾ നിസ്കാരത്തിൻ്റെ ഇടയിൽ അവതരിക്കാം, ചിലപ്പോൾ നിസ്കാരം കഴിഞ്ഞിട്ട് അവതരിക്കാം. അതുകൊണ്ട് തന്നെ അവർ നിസ്കാരത്തിൽ തന്നെ എന്ത് ചെയ്തു? ഡയറക്ഷൻ തിരിച്ചു. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അള്ളാഹു ഹിദായത്തിലാക്കിയ സിറാത്തുൽ മുസ്തഖീമിലേക്ക് ആക്കിയ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവർക്ക് ഇടക്കിടക്ക് ഈ നിയമം മാറ്റുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് മനസ്സിൽ വരൂല. എന്തിനു വേണ്ടിയായിരുന്നു അള്ളാഹ് കിബില മാറ്റിയതെന്ന് 143-ാമത്തെ വചനത്തിൽ നമ്മൾ പറഞ്ഞു. എന്തിനാണ്? ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ ഖിബൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പിൻപറ്റുന്നത് ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഈ ഖിബിലയെ അള്ളാഹ് എന്ത് ചെയ്തത്? വീണ്ടും മാറ്റിയത്. അപ്പം അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് എന്ത് ചെയ്തു? നമസ്കാരത്തിൻ്റെ ഇടയിൽ അത് അറിഞ്ഞ ഉടനെ അവരങ്ങ് തിരിഞ്ഞു. ഇതാണ് ഒരു ഹദീസ്. ഇനി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസ്. ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അനസ് ഇബ്നു മാലിക്, ഇബ്നു ഉമറിനെ പോലുള്ള സ്വഹാബികളാണ്. അവർ പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാന യുസല്ലി നഹ്വ ബൈത്തുൽ മഖ്ദിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുകയായിരുന്നു. ആ സമയത്ത് ഫനസലത്, ആയത്തിറങ്ങി, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ. ഈ ആയത്ത് അവതരിച്ചപ്പോൾ എന്ത് ചെയ്തു? ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നബിയോടൊപ്പം എന്ത് ചെയ്തു? ഞങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. ഫമറ റജുലുൻ മിൻ ബനി സലമ വഹും റുകൂഉൻ ഫീ സ്വലാത്തിൽ ഫജ്ർ. ആ സമയത്ത് ഈ നബിയോടൊപ്പം നിസ്കരിച്ചതിൽ ഒരു സഹാബി അദ്ദേഹം നടന്നു പോവാണ്. അപ്പോൾ വഹും റുകൂഉൻ ഫീ സ്വലാത്തിൽ ഫജ്ർ, ഒരു സമൂഹം എന്ത് ചെയ്യാണ്? മസ്ജിദുൽ ഖുബയിൽ സുബ്ഹി നിസ്കരിക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കണത്? ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫനാദ, അദ്ദേഹം വിളിച്ചു പറയുകയാണ്, അലാ, നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ, ഇന്നൽ ഖിബ്ലത ഖദ് ഹുവിലത്, ഖിബ്ല മാറ്റിയിട്ടുണ്ട്. ഫമാലു കമാ ഹും നഹ്വൽ ഖിബ്ല, അവർ ഏതൊരു ഡയറക്ഷനിലായിരുന്നോ അവിടെ നിന്ന് നേരെ തിരിഞ്ഞവരെന്ത് ചെയ്തു? അവർ കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, അവർ വഖദ് ഉമിറ അൻ യസ്തഖ്ബിലൽ കഅബ ഫസ്തഖ്ബിലൂഹാ, അവരോട് കൽപ്പിച്ച് അവരോടനെ മാറി. വകാനത് വുജൂഹുഹും ഇല ശാം, സിറിയയുടെ ഭാഗത്തേക്കായിരുന്നു അവരുടെ മുഖം. ഫസ്തദാറു ഇലൽ കഅബ, ഉടനെ അവരെന്ത് ചെയ്തു? ഫസ്തദാറു എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നിന്നു എന്നാണ്. ഒരിടത്ത് നിന്ന് നേരെ എന്ത് ചെയ്തു?
റൗണ്ട് അടിച്ച് നേരെ തിരിഞ്ഞു നിന്നു. അപ്പോൾ ഈ 2 ഹദീസ് എടുത്തിട്ട് പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. സുബ്ഹിൻ്റെ സമയത്താണോ അസ്റിൻ്റെ സമയത്താണോ കിബില മാറ്റം സംഭവിച്ചത്? അപ്പോൾ മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇത് രണ്ടും കൂടി ജംഅ ചെയ്തിട്ട് പറഞ്ഞത്, ഇത് രണ്ടും 2 സംഭവമാണ്. ഇത് നടന്നിട്ടുണ്ട്, രണ്ടും സഹീഹാണ്. ഒന്ന് ഖുബൈലാണ്, ഒന്ന് മറ്റൊരു മസ്ജിദിലാണ്. അപ്പോൾ ഇത് എങ്ങനെയാണിത് ഒരുമിപ്പിച്ച് ജംഅ ചെയ്യുക? ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഒന്നാമത്തെ കാര്യം, അസ്റിൻ്റെ സമയത്ത് ഖിബില മാറ്റം നടന്നത് എവിടെയാണ്? ദാഖിലുൽ മദീന, മസ്ജിദുൻ നബവിയോട് ഏറ്റവും അടുത്ത മസ്ജിദുൻ നബവിയുടെ ആ ബൗണ്ടറിക്കുള്ളിൽ, അല്ലെങ്കിൽ ആ മസ്ജിദുൽ ഹറമിൻ്റെ ഉള്ളിൽ, ദാഖിലുൽ മദീന, മദീനയുടെ ഉള്ളിൽ എന്ന് പറയാൻ കഴിയുന്ന പള്ളിയിലാണ് അസ്ർ ജമാഅത്ത് നടന്നത്. എന്നാൽ സുബ്ഹ് ജമാഅത്ത് നടന്നതോ ഖാരിജുൽ മദീന, മദീനയുടെ ആ ബൗണ്ടറിക്ക് പുറത്തുള്ളിടത്താണ്. അത് പിറ്റേ ദിവസം സുബ്ഹിക്കാണ് എന്ത് ചെയ്യണത്? അറിയണത്. അപ്പം ആദ്യം അസറിൻ്റെ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? കിബില മാറ്റം സംഭവിച്ചിട്ടുണ്ട്. പിന്നെ മഗ്രിബ് ഇശായും കഴിഞ്ഞ് പിറ്റേ ദിവസം സുബ്ഹിക്ക് എന്ത് ചെയ്തു? ഖാരിജുൽ മദീന, മദീനയുടെ ബൗണ്ടറിക്ക് പുറത്ത് മസ്ജിദുൽ ഖുബൈൽ എത്തിയപ്പോൾ എന്ത് ചെയ്യുന്നു? അവർ നിസ്കരിക്കുന്നു, പിന്നെ അവരും മാറി. അപ്പോൾ രണ്ടും സ്വഹീഹായ സംഭവമാണ്. ആദ്യം മസ്ജിദുൻ നബവിയുടെ അടുത്ത് നിൽക്കുന്ന പള്ളിയിൽ എന്ത് ചെയ്തു? കിബില മാറ്റം സംഭവിച്ചു. അതാണ് അസറിൻ്റെ സമയത്ത് മാറിയത്. എന്നാൽ കുറച്ച് വിദൂരമായ മസ്ജിദുൽ ഖുബൈൽ എന്ത് ചെയ്തു? പിറ്റേ ദിവസം സുബ്ഹിക്ക് കിബില മാറ്റം സംഭവിച്ചു. രണ്ടും സമാനമായ രൂപത്തിലാണ് എന്ത് ചെയ്തത്? കിബില മാറ്റം സംഭവിച്ചത്. എങ്ങനെയാണ്? നിസ്കാരത്തിൻ്റെ ഇടയിലാണ് കിബില മാറ്റം സംഭവിച്ചത്. ഇനി നോക്കൂ, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, വല ഇൻ അതൈത അല്ലദീന ഊതുൽ കിതാബ്, വല ഇൻ അതൈത, അതാ യഅതി എന്ന് പറഞ്ഞാൽ എത്തി, വന്നു എന്നൊക്കെയാണ്. വല ഇൻ അതൈത, താങ്കൾ എത്തിയാൽ, അല്ലദീന ഊതുൽ കിതാബ്, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. ആരാണ് വേദഗ്രന്ഥം നൽകപ്പെട്ടവർ? ജൂതന്മാരും നസാറാക്കളും. അതിൽ ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ആരെയാണ്? ജൂതന്മാരെയാണ്. അവരുടെ അടുക്കലേക്ക് എത്തിയാൽ ബികുല്ലി ആയത്തിൻ, മുഴുവൻ തെളിവുകളുമായി നബിയെ അവരുടെ അടുക്കൽ നബി പോയാലും, മാ തബിഉ ഖിബ്ലതക്, തബിഅ യത്ബഉ, തബിഅ എന്ന് പറഞ്ഞാൽ എന്താ? ഫോളോ ചെയ്യുക. മാ തബിഉ എന്ന് പറഞ്ഞാൽ അവർ ഫോളോ ചെയ്യില്ല. മാ എന്ന പദം, മാ എന്ന ഹർഫ് എങ്ങനെ ഉപയോഗിക്കണം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണിത്. മാ തബിഉ എന്ന് പറഞ്ഞാൽ അവർ ഫോളോ ചെയ്യില്ല. അപ്പോൾ ഒരു കാര്യത്തെ ഇല്ല എന്ന് പറയാൻ പാസ്റ്റ് ടെൻസിൽ, അതായത് വെർബിൻ്റെ പാസ്റ്റ് ടെൻസിൽ, അറബിയിൽ പറഞ്ഞാൽ മാളിയായ ഫിഅലിൻ്റെ കൂട്ടത്തിൽ മാ വന്നാൽ ഇല്ല എന്നർത്ഥമാണ് എന്ത് ചെയ്യുക? കിട്ടുക. ഇല്ല എന്നർത്ഥം. മാ തബിഉ ഖിബ്ലതക്, താങ്കളുടെ കിബിലയെ, നബിയെ അവർ സ്വീകരിക്കൂല. എങ്ങനെ നബി ചെന്നാൽ? മുഴുവൻ തെളിവും പ്രൂഫുമായിട്ട് അവരുടെ അടുക്ക പോയിട്ട് കാണിച്ചു കൊടുത്താലും അവരെന്ത് ചെയ്യൂല? നബിയെ, താങ്കളെ സ്വീകരിക്കൂല. വമാ അൻത, താങ്കളുമല്ല, ബിതാബിഇൻ, ഫോളോ ചെയ്യുന്നവൻ, പിൻപറ്റുന്നവൻ, ഖിബ്ലതഹും, അവരുടെ കിബില താങ്കളും പിൻപറ്റുന്നവൻ അല്ല. വമാ ബഅ്ളുഹും, അവരിൽ ചിലരുമല്ല, ബിതാബിഇൻ ഖിബ്ലത ബഅ്ളിൻ, മറ്റു ചിലരുടെ കിബിലയെ അവരും എന്ത് ചെയ്യൂല? പിൻപറ്റൂല. അപ്പം 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്താണ്? മുഴുവൻ തെളിവുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുക്കലേക്ക് ചെന്നാൽ അവരെന്ത് ചെയ്യൂല? നബീനെ അവർ പിൻപറ്റൂല. കാരണം എന്താണ്? അവർ ഓൾറെഡി അവരുടെ മേൽ എന്ത് ചെയ്തിട്ടുണ്ട്? അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ട്. ഇവർക്ക് എത്ര തെളിവ് കൊടുത്താൽ ഇവരെന്ത് ചെയ്യൂല? ഇവർ മാറൂല. കാരണം ഇവർ സത്യത്തെ മൂടിവെച്ചവരാണ്. എന്നാൽ അതിനുശേഷം പറയുകയാണ്, താങ്കളും അവരുടെ കിബിലയെ എന്ത് ചെയ്യൂല? പിൻപറ്റൂല. അപ്പം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായി? ലക്കും ദീനുക്കും വലിയ ദീൻ. പിന്നെ ഒരു വിഭാഗത്തെ കൂടി പറഞ്ഞു, വമാ ബഅ്ളുഹും ബിതാബിഇൻ ഖിബ്ലത ബഅ്ളിൻ, അവരിൽ ചിലരുടെ കിബിലയെ എന്ത് ചെയ്യൂല? പിൻപറ്റൂല. അതിനെപ്പറ്റി പണ്ഡിതന്മാർ പറയുകയാണ്, ലി അന്നൽ യഹൂദ യുസല്ലൂന ഖിബലൽ മഗ്രിബ് ഇലൽ ബൈത്തുൽ മഖ്ദിസ്, അതായത് യഹൂദികൾ ബൈത്തുൽ മഖ്ദിസിലേക്ക്
അവരുടെ മഗ്രിബിൻ്റെ ഭാഗത്തേക്കാണ്, അവർ പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് അവർ തിരിഞ്ഞ് നിസ്കരിച്ചത്. എന്നാൽ നസാറാക്കളോ ഖിബലൽ മശ്രിഖ്, നേരെ ഉൾട്ടാണ് തിരിഞ്ഞ് നിസ്കരിച്ചത്. അപ്പം വേദം നൽകപ്പെട്ട ക്രൈസ്തവരും ജൂതന്മാരും അവരുടെ വാദം എന്തായിരുന്നു? ഞങ്ങളെ സ്വർഗത്തിൽ പോകുള്ളൂ. ഒന്നെങ്കിൽ ക്രിസ്ത്യാനിയോ ജൂതനോ ആകണം, എങ്കിലേ എന്ത് കിട്ടുള്ളൂ? ഹിദായത്തിലാകുള്ളൂ. ഒന്നെങ്കിൽ ക്രിസ്ത്യാനിയോ ജൂതനാകണം, എങ്കിലേ പ്രവാചകന്മാരുടെ മാർഗം ആകുള്ളൂ. ഈ വാദങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഈ വാദങ്ങൾ പറഞ്ഞിരുന്ന ക്രിസ്ത്യാനികളും യഹൂദികൾ തന്നെ പരസ്പരം എന്ത് ചെയ്യൂല? ഒരു കിബിലയിലേക്ക് തിരിയൂല. അതാണ് ഈ വാചകത്തിൽ പറഞ്ഞത്, അവരിൽ ചിലരുടെ കിബില എന്ത് ചെയ്യൂല? സ്വീകരിക്കൂല എന്ന്. അപ്പം നോക്കൂ, മക്കയിലെ ജൂതന്മാർ, മദീനയിലെ ജൂതന്മാരുടെ അടുക്കലേക്ക് എത്ര തെളിവ് കൊണ്ട് എന്നാലും അവരെന്ത് ചെയ്യൂല? അവർ നബിയെ മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് നബി അവരുടെ കിബിലയും സ്വീകരിക്കൂല, അവർ നബിയുടെ കിബിലയും സ്വീകരിക്കൂല. എന്ന് പറഞ്ഞാൽ ദീൻ എന്താണ്? വളരെ വ്യക്തമാണ്. ഇതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഇതിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഇനി നബിയോട് അടുത്ത വാചകം, വല ഇനിത്തബഅത, നബിയെ താങ്കളെങ്ങാനും പിൻപറ്റിയാൽ, അഹ്വാഅഹും, അവരുടെ ദേഹേച്ഛയെ. ഹവ എന്ന് കേട്ടിട്ടില്ലേ? ഹവ എന്ന് പറഞ്ഞാൽ എന്താ? ദേഹേച്ഛ. അഹ്വാഅഹും, അവരുടെ ദേഹേച്ഛകളെ താങ്കളെങ്ങാനും പിൻപറ്റിയാൽ, മിൻ ബഅദി മാ ജാഅക്, താങ്കൾക്ക് വന്നതിന് ശേഷം, മിനൽ ഇൽമ്, വ്യക്തമായ ഒരു അറിവ് താങ്കൾക്ക് കിട്ടിയതിന് ശേഷം അവരുടെ ഹവയെ താങ്കൾ പിൻപറ്റിയാൽ, ഷർത്താണ്, താങ്കൾ പിൻപറ്റിയാൽ എന്ത് സംഭവിക്കും? ഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ, തീർച്ചയായും താങ്കൾ അക്രമികളുടെ കൂട്ടത്തിൽ അന്നേരം പെട്ടുപോകും. അപ്പോൾ ഒരിക്കലും അങ്ങനെ സംഭവിക്കൂല. പക്ഷെ സംഭവിച്ചാൽ എന്തായിരിക്കും? അത് അള്ളാൻ്റെ അറിവിനെ പറ്റി പറയാൻ. അള്ളാൻ്റെ അറിവിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞുപോയ കാര്യം അള്ളക്കറിയാം, സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം അള്ളക്കറിയാം, വരാനിരിക്കുന്ന കാര്യം അള്ളക്കറിയാം. വരാൻ ഇരിക്കുന്ന കാര്യം അറിയുന്നതോടൊപ്പം സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചാൽ എന്ത് എന്നുള്ളതും ആർക്കറിയാം? അള്ളാഹുവിനറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇതൊരിക്കലും സംഭവിക്കൂല. അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ അള്ളാഹ് എടുത്തു പറയുക. എന്താ? ലഇന്ന അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ താങ്കളുടെ അമൽ എന്ത് ചെയ്യും? ബാത്തിലാകും. താങ്കൾ വലിയ നഷ്ടക്കാരനായി പോകും. അതൊരിക്കലും സംഭവിക്കൂല. പക്ഷെ അങ്ങനെ ശിർക്ക് ചെയ്താൽ ഇതായിരിക്കും അവസ്ഥ. ഇനി നബിയോട് ഇവിടെ പറയാണ്, അവരുടെ ഹവയെ താങ്കൾ പിൻപറ്റിയാൽ നബിയെ താങ്കൾ ആരാകും? അക്രമിയാകും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും ഇസ്ലാമിൽ എന്ത് ചെയ്തിട്ടില്ല? ഒരു വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അള്ളാൻ്റെ ദീൻ പ്രവാചകന് പോലും എന്ത് ചെയ്യാൻ പറ്റൂല? മാറ്റാൻ കഴിയൂല. അപ്പം നോക്കൂ, ഈ ഹവ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ കയ്യിൽ എന്തില്ല? പ്രമാണമില്ല. പ്രമാണം ഇല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും ഉണ്ടാകുക? അവരുടെ ഹവയായിരിക്കും. ഒരാൾ പ്രമാണം പറയുമ്പോൾ മറ്റൊരാൾ എന്ത് ചെയ്യാണ്? അയാളുടെ ദേഹേച്ഛ പറയാണ്, അത് നമുക്ക് അത്രാണ്ട് പറ്റണില്ല, നമുക്ക് ഇന്നത് മതി എന്നൊരാൾ പറഞ്ഞാൽ പ്രമാണത്തിനെതിരാണെങ്കിൽ അതെന്താണ്? ഹവയാണ്, സ്വന്തം ഇച്ഛയാണ്, സ്വന്തം തോന്നലുകളാണ്. ഈ തോന്നലുകൾ ആരിട്ട് കൊടുക്കുന്നതാണ്? ശൈത്താൻ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ജൂതന്മാർ എന്തെങ്കിലും പറഞ്ഞാൽ നബി അവരോട്ട് ഈ വിഷയത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അതിൻ്റെ കാരണം അവർ വേദഗ്രന്ഥം മറച്ചു വെച്ചവരാണ്. നബിക്ക് ഈ അവതരിപ്പിച്ച അതേ കാര്യം ആരുടെ വേദഗ്രന്ഥത്തിലുണ്ട്? അവരുടെ വേദഗ്രന്ഥത്തിലുണ്ട് നബിയെ. അതുകൊണ്ട് അവരുമായിട്ട് എന്ത് ചെയ്യണ്ട? ഈ വിഷയത്തിൽ യാതൊരു സഹകരണത്തിൻ്റെയും ആവശ്യം ഇല്ല. നോക്കൂ, അവസാനിപ്പിക്കുകയാണ്. ഈ ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമുണ്ട്. അതെന്താണെന്നറിയോ? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊരു കാര്യം അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ദീനായി അവതരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അത് ഒരു ചോദ്യം ചെയ്യൽ പോലുമില്ലാതെ ഒരു വിശ്വാസി എന്ത് ചെയ്യണം? അത് സ്വീകരിക്കണം. ഇതാണ് ഈ 4 ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനപ്പെട്ട കാര്യം. അത് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ ഖിബൈഹി. ആ വാചകം നമ്മൾ നോക്കണം. വന്ന കാലിൽ തിരിച്ചു പോകുന്നവരിൽ നിന്ന് റസൂലിനെ പിൻപറ്റുന്നവരാരാണെന്ന് നോക്കാൻ വേണ്ടിയാണ്. എന്താ വന്ന കാലിലെന്ന് പറഞ്ഞത്?
ഇസ്ലാം സ്വീകരിച്ച് വന്ന കുറേ ആളുകളുണ്ട്. അവർ ഈ കിബില മാറ്റം, ഈ മതനിയമത്തിലിടയ്ക്ക് ഇങ്ങനെ മാറ്റം വരുത്തുന്നത് കാണുമ്പോൾ അവരെന്ത് ചെയ്യും? ഇത് ഇടക്കിടക്ക് മാറുന്ന മതമാണ്, ഞാൻ പോകുന്നു എന്ന് പറയുന്നവരിൽ നിന്ന് നബിയെ പിൻപറ്റുന്നവർ ആരെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഈ കിബിലയെ മാറ്റുക. ഈ കിബില മാറ്റം അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നത്? മതനിയമമായി കൊണ്ടുവന്നത്. അപ്പം നമ്മൾ ഒരു കാര്യത്തിൽ അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു എന്ന് പറഞ്ഞാൽ, പറഞ്ഞു എന്ന് പറഞ്ഞാൽ, നബി അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ, പിന്നെ അതിനെതിരെ നമുക്ക് പറയാൻ ഒഴിച്ചില്ല. നമ്മൾ എത്ര വലിയവനാണെങ്കിലും, എത്ര വലിയ നേതാവാണ്, എത്ര വലിയ രാജാവാണെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ, പിന്നെ എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല. പ്രവാചകന്റെ അധ്യാപനത്തിനപ്പുറത്തേക്ക് നമ്മൾ പോയാൽ അത് അതിർവരമ്പ് ലംഘിക്കലാണ്, നമ്മുടെ തന്നിഷ്ടങ്ങളെ ഫോളോ ചെയ്യലാണ്, ദേഹേച്ഛയെ ഫോളോ ചെയ്യലാണ്. അത് നമ്മൾ എന്ത് ചെയ്യും? വഴിപ്പിഴവിലേക്കാണ് എത്തുക. അപ്പോൾ രാജാക്കന്മാരാണെങ്കിൽ പോലും പ്രവാചകൻ പറഞ്ഞെടുത്ത് എന്ത് ചെയ്യണം? നിൽക്കണം. മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നറിയില്ല, ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ ഒരു സംഭവമുണ്ട്. ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ സംഭവം. ഹജ്ജാജ് ഇബ്നു യൂസുഫിൻ്റെ കാലഘട്ടത്തിൽ ഒരാളെ കൊല്ലാൻ വിധിച്ചാൽ പിന്നെ അവൻ്റെ തല എന്ത് ചെയ്യും? പോയിരിക്കും. ഹജ്ജാജ് ഇബ്നു യൂസുഫ് കുറേ ആളുകളെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക, കുറേ ആളുകളെ. ആ സമയത്താണ് സാലിം ഇബ്നു അബ്ദില്ല, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി ആ സദസ്സിലേക്ക് വരികയാണ്. അപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസുഫ് എല്ലാവരോടും അങ്ങനെ മുഖം തെളിഞ്ഞ് സംസാരിക്കൂല. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് എല്ലാവർക്കും നോക്കാനും പേടിയാണ്. പക്ഷെ സാലിം ഇബ്നു അബ്ദില്ല ആ സദസ്സിലേക്ക് വരുന്ന സമയത്ത് ഹജ്ജാജ് ഇബ്നു യൂസുഫ് മഹാനായ സാലിം ഇബ്നു അബ്ദില്ല എന്ത് ചെയ്യാണ്? വാരി പുണരുകയാണ്, സദസ്സിലേക്ക് കയറ്റി ഇരുത്തുകയാണ്. എന്നിട്ടൊരു കൂൾ ഡ്രിങ്ക്സോ വെള്ളമൊന്നും അല്ല കൊടുത്തത്, കയ്യിലേക്ക് ആ വാള് കൊടുത്തിട്ട് പറഞ്ഞു, ഇവരൊക്കെ പ്രശ്നക്കാരാണ്, വെട്ടിക്കോളി, തലയെടുത്തോളി എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ സാഹൂതം നോക്കുകയാണ്. പടച്ചോനെ, സാലിം ഇബ്നു അബ്ദില്ല എന്തു ചെയ്യും? സാലിം ഇബ്നു അബ്ദില്ല എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ വിഷയത്തിൽ ആരുടെ മുന്നിലും തലകുനിക്കാത്ത മനുഷ്യനാണ്. കാരണം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പേരക്കുട്ടിയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ മകനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമറിൻ്റെ ഏതു മകനാണ്? പേർഷ്യൻ രാജാവിൻ്റെ മകളെ ജയിൽ ബന്ധിക്കപ്പെട്ടുകൊണ്ട്, അതായത് യുദ്ധത്തടവുകാരിയായി പിടിക്കപ്പെട്ടപ്പോൾ അതിലൊരാളെ കല്യാണം കഴിച്ചതാരാണ്? അബ്ദുല്ലാഹി ഇബ്നു ഉമറാണ്. മറ്റൊരാളെ കല്യാണം കഴിച്ചതാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു മോനാണ്. മറ്റൊരാളെ കല്യാണം കഴിച്ചത് അലി ഇബ്നു അബീ താലിബിൻ്റെ മകൻ ഹുസൈനാണ്. അതിൽ ഒരാളെ കല്യാണം കഴിച്ചത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ കല്യാണം കഴിച്ചു. അതിലുണ്ടായതാണ് ആര്? സാലിം ഇബ്നു അബ്ദില്ല. സാലിം ഇബ്നു അബ്ദുല്ലാൻ്റെ കയ്യിലേക്ക് വാള് കൊടുത്തിട്ട് പറഞ്ഞു, വെട്ടിക്കോ, ഒരു ഭയങ്കര പ്രശ്നക്കാരൻ, അള്ളാഹ് ഹലാലാക്കിയത് ഹറാമാക്കിയവരാണ്, അള്ളാഹ് ഹറാമാക്കിയത് ഹലാലാക്കിയവരാണ്. അപ്പോൾ ഇവർ ജടകുത്തിയ മുടിയുമായി കരുവാളിച്ച മുഖവുമായി സാലിം ഇബ്നു അബ്ദുല്ലാൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. സാലിം ഇബ്നു അബ്ദുല്ല എന്താ പറഞ്ഞെന്നറിയോ? നിങ്ങൾ മുസ്ലിമാണോ? അതെ, ഞാൻ മുസ്ലിമാണ്. നിങ്ങൾ ഇന്ന് സുബ്ഹി നമസ്കരിച്ചിട്ടുണ്ടോ? അടുത്ത ചോദ്യം, നിങ്ങൾ ഇന്ന് സുബ്ഹി നമസ്കരിച്ചിട്ടുണ്ടോ? അപ്പോൾ അടുത്ത അയാളുടെ ചോദ്യം എന്നറിയോ? ഒരു നല്ലൊരു മുസ്ലിം സുബ്ഹി നിസ്കരിക്കാതിരിക്കുമോ? അപ്പോൾ സാലിം ഇബ്നു അബ്ദില്ല ഹജ്ജാജ് ഇബ്നു യൂസുഫിനോട് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഞാനൊരു ഹദീസ് കേട്ടിട്ടുണ്ട്, ഒരാൾ സുബ്ഹ് നമസ്കരിച്ചാൽ ഫീ ദിമ്മത്തില്ല, അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ്. അള്ളാഹിൻ്റെ സംരക്ഷണത്തിലുള്ള ഒരാളെ ഈ സാലിം ഇബ്നു അബ്ദില്ല എങ്ങനെ കൊല്ലും? അപ്പോഴേക്കും ഹജ്ജാജ് ഇബ്നു യൂസുഫ് നിശബ്ദനായി. അപ്പോൾ ഉടനെ പറഞ്ഞെന്താ അറിയോ? കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചേരം ആലോചിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇവന്മാരെ സുബ്ഹി നിസ്കരിക്കാത്തതിൻ്റെ പേരിലല്ല കൊല്ലാൻ തീരുമാനിച്ചത്. പിന്നെയോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ കൂട്ടുനിന്നവരിൽ പ്രതികളാണ് ഇവർ എന്ന് പറഞ്ഞു. അപ്പോൾ സാലിം ഇബ്നു അബ്ദില്ല പറഞ്ഞു, എന്നാൽ അദ്ദേഹത്തിനെ കൊന്നവരെ പ്രതികാരം തീർക്കാൻ, പ്രതികാര നടപടിയെടുക്കാൻ നമ്മളെക്കാൾ അർഹതപ്പെട്ടവരെവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. അതിന് നമ്മളല്ല യോഗ്യർ. അവസാനം ആ ആളുകൾ എന്ത് ചെയ്തു? വെറുതെ വിട്ടു. ഹജ്ജാജ് ഇബ്നു യൂസുഫ് പോലും നിശബ്ദനായി. എന്തിൻ്റെ മുന്നിൽ? ഒരൊറ്റ ഹദീസിൻ്റെ മുന്നിൽ. അപ്പോൾ ഏതു വലിയ രാജാവാണെങ്കിലും പ്രവാചകൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറത്ത് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി, നബി കിബില മാറ്റി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏത് സന്ദർഭത്തിലാണ് അവർ തിരിയണത്, നബീനെ അനുസരിക്കണത്? ഒരു നിസ്കാരത്തിൻ്റെ ഇടയിലാണ്. എന്നാലോചിച്ച് നോക്കണം. അപ്പം നിസ്കാരത്തിൻ്റെ ഇടയിൽ ചില സന്ദർഭത്തിൽ എന്ത് ചെയ്യേണ്ടി വരും? അനുവദനീയമായ അനക്കം സാധ്യമാണ് എന്നുകൂടി ഈ സംഭവത്തിൽ നിന്ന് പണ്ഡിതന്മാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇസ്തിംബാത്ത് ചെയ്യുന്നുണ്ട്. അതായത്
ഈ അനക്കം, നമസ്കാരത്തിൽ അനങ്ങാൻ പാടില്ല, തിരിയാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയില്ല നിസ്കാരം ബാത്തിലായി എന്ന് ചില ആളുകൾ പറയും. എന്നാൽ നമസ്കാരത്തിൽ ചില അനുവദനീയമായ അനക്കമുണ്ട്. അതേതാണ്? അതിൽപ്പെട്ടതാണ് ഒന്ന്. ചിലപ്പോൾ ഒരിടത്ത് നിന്നെടുത്തുനിന്ന് ഒരു സ്റ്റെപ്പ് മാറി നിൽക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നിന്നിട്ടുണ്ട് അല്ലേ? മറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മറക്ക് പിന്നിൽ നിസ്കരിക്കുമ്പോൾ ഒരു ആട്ടിൻകുട്ടി വന്നപ്പോൾ നബി എന്താ ചെയ്തത്? ആ മറയിലേക്ക് നബി ഇങ്ങനെ ചേർന്ന് നിന്നു എന്നാണ്. എന്നിട്ട് ആട്ടിൻകുട്ടി നബിയുടെ പിറകിലൂടെ പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പിന്നെ ഇറങ്ങി നിന്നു. അപ്പം മറക്കും നബിക്കും ഇടയിൽ ഒരു ആട്ടിൻകുട്ടിയെ പോലും കടത്തിവിടാതിരിക്കാൻ നബി എന്ത് ചെയ്തു? 2 സ്റ്റെപ്പ് മുന്നിലേക്ക് വെച്ചു. അപ്പം നമസ്കാരത്തിൽ അനുവദനീയമായ നടത്തവും അനുവദനീയമായ ചലനവും അനുവദനീയമായ അനക്കവും ഉണ്ട്. പെട്ടെന്നൊന്ന് അനങ്ങുമ്പോൾ തന്നെ നിസ്കാരം എന്ത് ചെയ്യൂല? ബാത്തിലാകുന്ന ആരും വിചാരിക്കേണ്ടതില്ല. അങ്ങനെ പല സംഭവങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം ഇതിൻ്റെ തുടർച്ചയായി ഇനി അടുത്ത കുറച്ച് ഭാഗം കൂടി വരുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹീനെ, പ്രവാചകൻ അവതരിച്ച കൽപ്പനകളെ യഥാവിധി പിൻപറ്റുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തബിഉ സുന്ന, സുന്നത്തിനെ പിൻപറ്റുന്ന യഥാർത്ഥ സുന്നത്തിൻ്റെ ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളായി നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നു. മരണാനന്തരം ഖബറിലും നാളെ പരലോകത്തും അഹ്ലുൽ ഖുർആൻ, ഖുർആനിൻ്റെ ആളുകൾ, അള്ളാഹുവിൻ്റെ പ്രത്യേകക്കാരെന്ന പദവിയിലേക്ക് എത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ നമുക്ക് കൂടിയിരിക്കാനും പഠിക്കാനും ഈ സംവിധാനങ്ങളും ഈ സാഹചര്യങ്ങളും ഒരുക്കി തന്ന ഇവിടുത്തെ ഭരണാധികാരികൾ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റിക്കാർ, അള്ളാഹു അവർക്കെല്ലാവർക്കും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരു ഇരുത്തം, ഈ ഒരു സമയം നാളെ മീസാനിൽ കനം തൂങ്ങുന്നൊരു നന്മയാക്കി മാറ്റുമാറാകട്ടെ. നമ്മുടെ ഈയൊരു സമയത്തെ, ഈയൊരു പ്രവർത്തനത്തെ മലക്കുകൾ രേഖപ്പെടുത്തുമ്പോൾ നന്മയുടെ കിതാബിൽ രേഖപ്പെടുത്തട്ടെ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബിയിന മുഹമ്മദ് വഅല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.